ഈ മാസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് കൈമാറുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യുമല്ലോ. 1. ഡ്രൈവിംഗ് ലൈസൻസിൽ മാറ്റങ്ങൾ വരികയാണ്. സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ അതായത് RTOയെ പുതിയ നിയമങ്ങൾ അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ജൂണിലെ പ്രധാനപ്പെട്ട മാറ്റം. ജൂൺ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളല്ലാതെ തന്നെ സ്വന്തമായി പ്രൈവറ്റ് വാഹനങ്ങളിലും ഇനി നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് എടുക്കാം. ഇതിനു പുറമെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർ 1000 രൂപ മുതൽ 2000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരികയും പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ പഴയതുപോലെ തന്നെ 25,000 രൂപ വരെ അടയ്ക്കേണ്ട സാഹചര്യവും കൂടാതെ RC ഓണറും രക്ഷിതാവും കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടതായി വരികയും ചെയ്യും. അവർക്ക് പ്രായപൂർത്തിയായാലും 25 വയസ്സാകുന്നതുവരെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുവാനോ ലൈസൻസിനോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാമത്തെ അറിയിപ്പ്, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതങ്ങളുടെ വില കുറഞ്ഞിരിക്കുന്നു. സിലിണ്ടറിന് 70 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. 1685 രൂപ 50 പൈസയാണ് കൊച്ചിയിലെ പുതിയ നിരക്ക്. ഹോട്ടൽ ഉൾപ്പെടെയുള്ള വാണിജ്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ വിലയാണ് നിലവിൽ കുറഞ്ഞിരിക്കുന്നത്. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാചകവിലയിൽ യാതൊരു മാറ്റവും വന്നിട്ടുമില്ല. മൂന്നാമത്തെ അറിയിപ്പ്, നമ്മുടെ രേഖകളിൽ വല്ല മാറ്റങ്ങളും വന്നാൽ അല്ലെങ്കിൽ 10 വർഷത്തിലൊരിക്കലോ ആധാർ കാർഡ് പുതുക്കണമെന്ന് UIDAI നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ജീവിതത്തിലെ ഏകദേശ കാര്യങ്ങളും ആധാർ ഉപയോഗിച്ച് തന്നെ ആയതിനാൽ തന്നെ അവ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കലും നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് തടസ്സമില്ലാത്ത സേവനങ്ങൾ ലഭ്യമാകൂ. നമ്മുടെ മേൽവിലാസങ്ങളിലും ഇമെയിൽ IDകളിലും ഫോൺ നമ്പറുകളിലും വരുന്ന മാറ്റങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്താൽ ഗവൺമെൻറ് പോലെയുള്ള പ്രധാന ആവശ്യങ്ങളിൽ OTPക്കും മറ്റു സാഹചര്യങ്ങളിലും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് സ്വന്തമായോ അക്ഷയ അല്ലെങ്കിൽ ഈ സേവന കേന്ദ്രങ്ങൾ വഴിയോ പുതുക്കാവുന്നതാണ്. പരമാവധി ആളുകൾ അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ള ലക്ഷ്യമുള്ളതിനാൽ തന്നെ നമുക്ക് സ്വന്തമായി ഓൺലൈനിൽ ചെയ്യുവാനുള്ള അവസരം അവർ നൽകുകയും അപ്ഡേറ്റ് ചെയ്യുവാനുള്ള ഫീ താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുമുണ്ട്. അതേസമയം അക്ഷയ കേന്ദ്രങ്ങളുമായി അപേക്ഷിക്കുകയാണെങ്കിൽ സർവീസ് ചാർജ് കുറഞ്ഞത് 50 രൂപ നൽകേണ്ടി വരും. 4. വേനൽക്കാലത്ത് കൃഷിനാശം സംഭവിച്ചവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ ഈ ജൂൺ മാസം 1 മുതൽ 30 വരെ നമുക്ക് നഷ്ടപരിഹാരത്തിനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അതാത് കൃഷിഭവനുകളിൽ നിന്നും തയ്യാറാക്കിയ പ്രാഥമിക വിവര റിപ്പോർട്ട് വെച്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മഴക്കാലത്ത് നടക്കുന്ന കൃഷിനാശങ്ങളും അപ്പോൾ തന്നെ കൃഷിഭവനുകളിൽ അറിയിക്കണമെന്ന് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയും അറിയിച്ചിട്ടുണ്ട്. 5. ജൂൺ 3-ാം തീയതി മുതൽ വേനലവധിക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. KSRTCയിൽ കുട്ടികൾക്കുള്ള യാത്രാ ഇളവിന് വേണ്ടിയുള്ള അപേക്ഷ ഇപ്പോൾ ഓൺലൈൻ വഴി ആക്കിയിരിക്കുകയാണ്. മുൻപുള്ള വർഷങ്ങളിൽ അതാത് KSRTC ഡിപ്പോകളിൽ നേരിട്ട് ചെന്ന് അപേക്ഷ സമർപ്പിക്കലായിരുന്നു. എന്നാൽ www.conception.com എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 6. സ്വർണ്ണപ്പണയം വെക്കുന്നവർക്കുള്ളതാണ് ഈ അറിയിപ്പ്. സ്വർണ്ണമിനി പണയം വെക്കുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പരമാവധി 20,000 രൂപ മാത്രമേ ക്യാഷായി ലഭിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കഴിഞ്ഞ മാസം വന്നതിനെ തുടർന്നാണിത്. 20,000-ന് മുകളിലുള്ള ഏതു സംഖ്യയും ബാങ്ക് അക്കൗണ്ട് വഴിയോ ചെക്ക് വഴിയോ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. 7. അവസാന പ്രധാന അറിയിപ്പ്, ജൂൺ 4-ന് റിസൾട്ട് വന്നാൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് ഉടൻ പുനരാരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ PM കിസാന്റെ പുതിയ ഗഡുവിനെ കുറിച്ചും ഉടൻ അറിയാവുന്നതാണ്. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാരായിരിക്കും ആദ്യ ഗഡു നൽകുക എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.